മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. എതിർ കക്ഷികളായ മുഖ്യമന്ത്രിയും പിണറായി വിജയനും വീണയും മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി പരിശോധിക്കണമെന്നും എതിർകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം നിർണായകമായ ഒരു ഇടപെടലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്? നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് ആര്യ. ഈ കേസിൽ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ്. കാരണം കഴിഞ്ഞ 2 തവണയായിട്ട് കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകളും വീണ വിജയനും എല്ലാം തന്നെ ഇതിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ അനാവശ്യമായി വലിച്ചിഴക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ വീണ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം ഇതിൽ യാതൊരു രീതിയിലുള്ള ഇടപെടലുകൾ മറ്റുള്ളവർ നടത്തിയിട്ടില്ല. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലുള്ള യാതൊരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് ഈ കാര്യമായി താൻ മുന്നോട്ട് പോകുന്ന കമ്പനി നടത്തിപ്പും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അതുമാത്രമല്ല, മന്ത്രിയും ഭർത്താവുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ കേസ് മനഃപൂർവ്വമായിട്ട് ഇതിൽ തങ്ങളെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകനായ അജയ് കുമാർ നൽകിയ ഒരു ഹർജിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഈ ഇടപാട് CMRL ഇടപാട് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആരോപണങ്ങളിലേക്ക് ഓരോ തവണയും ഈ CMRLുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാൾവഴികളും എല്ലാം തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് കോടതി ഏത് രീതിയിൽ, കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലൊരു പരാമർശം ഉണ്ടാകുന്നെങ്കിൽ പോലും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മറുപടി സത്യവാങ്മൂലങ്ങൾ രണ്ടുപേരുടെയും കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കോടതി അത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷം എന്താണ് ഇനി ആവശ്യപ്പെടുക എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായും വളരെ നിർണായകമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കേസ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.